അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്.
ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തരുത് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴിമുട്ടി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നവർ, കുഴങ്ങുന്നവർ, കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ. കർത്താവ് ത്വക്ക് രോഗങ്ങളുടെ അനുഭവമുണ്ട് കർത്താവ്, അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ, അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ, അതെല്ലാം വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം, ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും. ഈ കൃപ തരുന്നതിന് നമ്മൾ കൃപ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഗോഡല്ലേ. ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. ഈശോയുടെ പ്രാർത്ഥനകളിലില്ലേ, അതായത് പിതാവേ അങ്ങ് ഭൂമി ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി, അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തുക. അപ്പോൾ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടുന്നത് കൃപ ലഭിച്ച് നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ്. അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയണത്. മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ച് വരണത്. രണ്ടു തരം കൊമ്പാകാം. ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കുന്നവരുണ്ട്, ജോബേൽ എന്ന് വിളിക്കുന്ന കൊമ്പ് വിളിക്കുന്നവരുണ്ട്, അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട്. കൂടുതൽ മഹത്വം സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കണത്. പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്നതനുസരിച്ചുകൊണ്ട് പിന്നെ മഹത്വത്തിന് കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ ബൈബിൾ എപ്പോൾ നോക്കിയാലും മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും. നമ്മളുടെ കൃപ ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുക. നമ്മൾ സങ്കീർത്തനം എടുത്ത് 92:10, എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അപ്പം അവിടെ അത് കൃപയുമാകാം, നമ്മളെ ദൈവം മഹത്വപ്പെടുന്നതുമാകാം, വിജയിപ്പിക്കുന്നതുമാകാം, അനുഗ്രഹിക്കുന്നതുമാകാം. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. അതാ ശത്രുക്കളുടെ പതനത്തോട് എൻ്റെ ശത്രുക്കളുടെ പതനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമാണ് വരണത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ്, നമ്മുടെ മഹത്വമാണ്, അത് ദൈവം തന്ന കൃപയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷൻസ് ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ സങ്കീർത്തനം 89:17 അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്, ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം 148:14 അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. അപ്പം കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മഹത്വം നമുക്ക് വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത്. അപ്പോൾ കൊമ്പ് ഉയർത്തുക എന്ന് പറയുന്നതും മഹത്വം, ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ്. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അത് ദൈവ സാന്നിധ്യവും ദൈവത്തിനെ കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തുന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം. അല്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരണത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 4:20 പറയണത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് പറയണത്. വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും. റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട്
നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പം മഹത്വം നിസ്സാര കാര്യമല്ല. കിട്ടുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. ഓക്കെ അല്ലേ? ആദ്യമേ തന്നെ എൻ്റെ പേര് ടോമി ഡൊമിനിക്. ഞാൻ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഇടവക അംഗമാണ്. ഞാനിവിടെ 21-ാം തീയതി ഏപ്രിൽ 2023 ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ സാമ്പത്തിക ബാധ്യത മൂലമാണ്. എനിക്ക് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൃപാസനത്തെ പറ്റി എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഇത് ആദ്യം എന്നോട് പറയുമ്പം എനിക്കൊരു വിശ്വാസം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലേക്ക് അതൊന്നും എടുത്താലാകുമോ, ശരിയാകുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. വൈഫ് പറഞ്ഞ സജഷനെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ ദിവസവും ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ ഒരു ദിവസം കൂടെ വൈഫിനോട് പറഞ്ഞു, ഇവിടെ വൈഫ് ഒരു ടീച്ചറാണ്, അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നു, നമുക്കൊന്ന് ഉടമ്പടി എടുത്താലോ എല്ലാം ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിലും ഞാൻ അത്ര സീരിയസ് ആയില്ല. പക്ഷേ അന്ന് രാത്രിയിൽ പരിശുദ്ധ മാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. എൻ്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നല്ല പ്രകാശമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. പക്ഷേ ഞാനത് രാവിലെ വൈഫിനോട് പറയുന്നില്ല. പിറ്റേന്നും ഇതുപോലെ തന്നെ രാത്രി ഞാൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുകയാണ് മാതാവ് എൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വൈഫിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നു. മാതാവ് കാരണം എന്നെ ക്ഷണിച്ചതാണ്, എന്നെ വിളിച്ചതാണെന്നാണ് എനിക്ക് അന്ന് ബോധ്യം വന്നത്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വചനം ഇതാണ്. ഏശയ്യ 42:3 ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കിടത്തുകയുമില്ല. കർത്താവ് നമ്മളെ പല പ്രതിസന്ധികളിൽ കിടത്തി വിടുമ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ അതിനൊരു അനോളജി എടുത്തിരിക്കുന്നത്, നമ്മളെ വളയ്ക്കും കർത്താവ്, പക്ഷെ നമ്മളെ ഒടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് പല വിധത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റ് പോലെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ ആത്മീയമായിട്ട് ഉണർത്തുവാൻ കർത്താവിന് നമ്മളോട് താല്പര്യമുണ്ട് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ പ്രതിസന്ധികൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ഓവർകം ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റായിട്ടും കർത്താവ് നമ്മളെ ഉയർത്തി നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരത്തിൽ, അതായത് കർത്താവ് നമ്മളെ വളയ്ക്കും, നമ്മളെ ഒടിക്കത്തില്ല. അതായത് മരത്തിന് കാറ്റടിക്കുമ്പോൾ മരം നന്നായിട്ട് വളയുന്നത് കാണും, പക്ഷേ കാറ്റ് നിലയ്ക്കുമ്പം മരം നിവർന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഒരു വലിയ ബോധ്യം. ഇതാണ് എനിക്ക് 2 ബാങ്കിൽ നിന്ന്, അതായത് 2009-2008 കാലഘട്ടത്തിൽ, 2008-2009 ഞാൻ ഭവനം പണിയാനായിട്ടാണ് 2 ബാങ്കിൽ നിന്നായിട്ട് ലോൺ എടുക്കുന്നത്. ആ ലോൺ അടച്ചു വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ഞാൻ 7 വർഷം മുമ്പ് ഞാൻ എൻ്റെ വസ്തു, അതായത് കോവിഡിന് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വസ്തു വിൽക്കാനായിട്ട് വ്യക്തികളിലൊക്കെ അവരിലൊക്കെ ആശ്രയിച്ചാണ് ഞാനിത് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പല വ്യക്തികളെ സമീപിച്ച് നോക്കി, അവരത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. പലരും വരും, വസ്തു കാണും, അവർ പോകും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ നമ്മൾ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഒരു തരത്തിലും നമുക്ക് ഈ ലോൺ തിരികെ അടച്ച് തീർക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്കെതിരെ ബാങ്ക് പല പ്രാവശ്യം നമ്മളെ ഒരു ഭീഷണി പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ജപ്തി വരുന്ന RR പോലെ, റവന്യൂ റിക്കവറി പോലെ ഉള്ള അവസ്ഥയിലേക്ക് പല സമയത്തും വന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ വിധത്തിലത് ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട്, അത് നമ്മൾ പറയല്ലേ, നീലയെ കൊണ്ട് കോതെ കെട്ടിക്കുക, കോതെ കൊണ്ട് നീലെ കെട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ കാരണന്മാർ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാനതുകൊണ്ട് അങ്ങനെ പലയിടത്തുനിന്ന് വാങ്ങിച്ചു, അവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് വെക്കും, ഇവിടുന്ന് മേടിച്ച് അങ്ങോട്ട് വെക്കും. ഇങ്ങനെ ജപ്തി ഒഴിവാക്കി ഞാൻ കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ 2021 ഭാര്യ എന്നോട് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നു.
ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പുതുക്കി, അല്ലെങ്കിൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇതിന് വിൽക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് പലരും വസ്തു വാങ്ങാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആരും നമുക്കതിൻ്റെ ഒരു ഫൈനൽ വേർഡ് തരുന്നില്ല. 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ അടുത്ത അവധിക്ക് വരുമ്പോൾ വാങ്ങാം, ഇങ്ങനെയാണ് നമ്മളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഒരു തരത്തിലും മുമ്പോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പം 5ാം തവണ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പം ഇവിടെ കൗൺസിലിൽ ഇരിക്കുന്ന സിസ്റ്ററിനോട് ചോദിച്ചു, ഇതുവരെ സാക്ഷ്യങ്ങളൊന്നും ആയില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആത്മീയമായ വലിയ ഉണർവുണ്ടായി. ഞാൻ ബൈബിളും വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു, എല്ലാ ദിവസവും പോകുന്നയാൾ. പക്ഷേ ഞാൻ ഇൻഡെപ്ത് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മെറ്റിക്കുലസ് ലെവലിൽ വിശുദ്ധ കുർബാന കാണാനും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കി കാണാനും, ബൈബിൾ വായിക്കാനും എനിക്ക് ഒരു ശക്തി ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തപ്പോഴാണ്. പക്ഷേ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു നല്ല സാക്ഷ്യം പറയാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് കൗൺസിലിംഗ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയാണ്. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു. ജോസഫ് അച്ഛനെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്നോട് ബാങ്കിൽ നിന്ന് പ്രഷർ കൂടുതലാണ്. അവർ പറയണം എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ RR എന്നുള്ള നടപടിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ബാങ്കിൽ നിന്ന് 2 തവണ വീടുകളിൽ ആളുകൾ അന്വേഷിച്ച് വന്നു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളാകാൻ തുടങ്ങി, മാനസികമായിട്ട് എന്താ ചെയ്യണം. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് മാതാവ് ഞങ്ങൾക്ക്. അപ്പോൾ എന്നോട് ഭാര്യ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറയും, നമ്മൾ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്, ഒന്നും പേടിക്കണ്ട, കർത്താവ് വഴിയൊരുക്കും, കർത്താവിൻ്റേതായ ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പിലാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. തുക ഏകദേശം എടുത്ത ലോൺ 18 ലക്ഷം രൂപയായിരുന്നു. ഞങ്ങൾ അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് അത് 30 ലക്ഷം രൂപ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനോട് അതാണ് എഴുതിയതാണ് പറഞ്ഞത്, 32 ലക്ഷം രൂപയോളം വന്നാലും നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അച്ഛനോട് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇത് ഇവിടെ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശ് രൂപയുടെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് തന്നു. ഞാനത് കൊണ്ടുപോയി എൻ്റെ വസ്തുവിൻ്റെ നടുക്ക് കുഴിച്ചിട്ടു. ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണങ്ങളൊക്കെ ചൊല്ലി. അതൊരു ഈ 2025 മെയ്യിലാണ് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടിക്കൊണ്ട് നിൽക്കുമ്പം അച്ഛൻ ഇവിടെ നിന്ന് പറയുവാണ്, വസ്തു വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 7 ദിവസത്തിനകത്ത് നിങ്ങളുടെ വസ്തു വിറ്റ് മാറി കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാനത് എൻ്റേതാണെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവ് ഇത് എൻ്റെ തന്നെ ആയിരിക്കണേ, എനിക്കൊരു അടയാളം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു സംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ വഴുതക്കാട് പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, അവിടെ പള്ളിയിൽ കയറി മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപമുണ്ട്, അതിന് മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, നീ പേടിക്കേണ്ട, നിൻ്റെ വസ്തു ഉടനെ വിൽക്കും, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ ആരും സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ പറയും, മാതാവേ ഒരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം അന്ന് പള്ളിയിൽ ഈ ഞങ്ങൾ കൊന്ത ജെല്ലിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പം മഴ തൂളാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദൂരം തിരികെ യാത്ര ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറയുവാണ്, നീ മുകളിലേക്കൊന്ന് നോക്കിക്കേ, ഇതാ മഴവില്ല് തെളിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ ഉറപ്പിച്ചു, മാതാവ് എനിക്ക് അടയാളം തന്നതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് വൈകിട്ട് 7 മണി സമയത്ത് 2 ബ്രോക്കർമാർ എന്നെ വിളിക്കുവാണ്, ഒരു പാർട്ടി വന്നിട്ടുണ്ട് വസ്തു എടുക്കാനായിട്ട്, ഞങ്ങളിപ്പോൾ വരുവാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, രാത്രിയിൽ വന്ന് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്, ഇരുട്ടത്ത് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്? അപ്പോൾ പറഞ്ഞു, ഇരുട്ടത്തെ പുള്ളി വസ്തു കണ്ടു, ഞങ്ങൾ വസ്തു കാണിച്ചിട്ടാണ് നിൽക്കുന്നത്, സാറൊന്ന് കയറി വന്നാൽ മതി. അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ അധ്യാപകനൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ സാറൊന്ന് കയറി വന്നാൽ മതി, വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ്, എനിക്ക് വസ്തു ഇഷ്ടപ്പെട്ടു, ഞാനിത് വാങ്ങിക്കാൻ റെഡിയാണ്, നാളെ വൈഫിനെ കൂടെ കാണിച്ചിട്ട് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വൈഫിനെ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് അഡ്വാൻസ് തരുവാണ്. ആദ്യത്തെ പ്ലോട്ട് പോയി, ഞാനൊരു 30 സെൻറ്റാണ് വിൽക്കാനിട്ടിരുന്നത്, അത് ആദ്യത്തെ 15 സെൻറ്റ് അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ അഡ്വാൻസും തന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ നോക്കുമ്പം അടുത്ത ദിവസം തന്നെ അടുത്ത ഒരു പാർട്ടി വരുവാണ്, അടുത്ത 15 സെൻറ്റും കച്ചവടമായി. അപ്പോൾ ഞാൻ ഈ വസ്തു വിറ്റ് കിട്ടിയ ഉടനെ, അഡ്വാൻസ് ആയ ഉടനെ ഞാനിവിടെ വന്ന്, അലക്സച്ചനായിരുന്നു അന്ന് ഇവിടെ ഇരുന്നായിരുന്നു സാക്ഷ്യത്തിൻ്റെ അവിടെ, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വസ്തു വിറ്റു, ഞാൻ സാക്ഷ്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ പറയണ്ട, അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്തിട്ട് വസ്തു എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വസ്തു ഇന്നലെ കൊണ്ട് ഞാൻ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ വില എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കടങ്ങൾ വീട്ടി എൻ്റെ കയ്യിൽ മിച്ചം പൈസയും മാതാവും ഈശോ എനിക്ക് തന്നു. ഇതാണ് എനിക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം വളരെ സ്മൂത്തായിട്ട്,
അതായത് കർത്താവിൻ്റെ സമയമായപ്പം എനിക്കത് കർത്താവ് തന്നു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന സമയത്ത് കാലിലൊരു മുഴ വന്നു. അത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നോട് പറയുവാണ്, ഈ മുഴ ഇതിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നാളെ അഡ്മിറ്റ് ആയിക്കോ, നാളെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ആ സമയത്ത് 5 പൈസ കയ്യിലെടുക്കാനില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ നാളെ വന്ന് അഡ്മിറ്റ് ആകാം, ഇന്നെനിക്ക് ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഞാൻ ഏതായാലും മാതാവിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് എനിക്ക് അത് മാറ്റിത്തരും, അവിടെ ഞാനത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചൊല്ലി കഴിയുമ്പം ഞാൻ ഈ മുഴയുടെ മുകളിൽ ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പസ് പോലെ ഫോം ചെയ്തു. അത് പഴുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിഭയങ്കരമായ വേദന മുഴയിൽ അനുഭവപ്പെട്ടു. മുട്ട അനയ്ക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്ത്, കാരണം ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എൻ്റെ ഈ വേദനയെക്കാളും വലിയ വേദന അനുഭവിച്ചാണല്ലോ ക്രൂശിതനായി കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇനി എന്നെ സംബന്ധിച്ചൊരു വേദനയല്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ ബലം പ്രയോഗിച്ച് മുട്ടയിൽ കുത്തി നിന്നു. ആ മുട്ടയിൽ കുത്തി നിൽക്കുന്ന സമയത്ത് അതങ്ങ് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ മുട്ടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പം അതിൽ നിന്ന് പസ്സും വെള്ളവും പുറത്തേക്ക് ഒഴുകുകയാണ് ഞാൻ കാണുന്നത്. 2-3 ദിവസം കൊണ്ട് അത് തനിയെ ചുങ്ങി അത് ചെറുതായി, അതില്ലാതെ അതിൻ്റെ സ്കാർ മാത്രമായിട്ടാണ് ഇപ്പോൾ എൻ്റെ മുട്ടിലുള്ളത്. മുട്ടിന് താഴെയാണ്, മുട്ടയിലല്ല, അത് ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ അതെനിക്കിപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല, മുട്ട നിൽക്കാം. ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവും ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ PG കഴിഞ്ഞ്, ഞാൻ PG കഴിഞ്ഞിട്ട് 25 വർഷമായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ PG കഴിഞ്ഞ ഉടനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതാണ്. ഞാൻ MBA കഴിഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജോലികൾ ലഭിച്ചതുകൊണ്ട് ഞാൻ ജോലിയുടെ പുറകെ അങ്ങ് പോയി. എൻ്റെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും മാത്രമേ ഉള്ളൂ. അത് വെച്ച് എനിക്ക് പലയിടത്തും ജോലികൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡല്ലായിരുന്നു. ഇത് മറന്നും പോയി, ഇങ്ങനെ അപ്ലൈ ചെയ്ത കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളൂ. പിന്നെ എനിക്ക് ഫർദർ സ്റ്റഡീസ് എന്നുള്ള ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച്, ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് അപ്ലൈ ചെയ്തതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് നമ്മളോട് അവർ പറയുന്നത്, നിങ്ങളിത് പോസ്റ്റലിൽ അയച്ചു തരുമെന്നാണ്. അപ്പോൾ പോസ്റ്റലിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പം ഞാനിത് അങ്ങനെ അവരോട് ഒരു പരാതി പോലെ പറഞ്ഞപ്പോൾ അവർ പറയും, ഞങ്ങൾ ഓൾറെഡി ആ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചതാണ്, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അത് അത്രയും നമുക്ക് ഒത്തിരി കടമ്പകൾ നമ്മൾ കിടന്നാൽ മാത്രമേ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കേൾക്കുവാണ്. അച്ഛൻ പറയുവാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എന്ത് ഡോക്യുമെൻസും, നിങ്ങളുടെ ആധാരമായിക്കോട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഏത് സാധനവും മാതാവ് കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും, എവിടെയാണെന്ന് അത് ഓർമ്മിപ്പിക്കും, നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത്, ആ ക്ലാസ്സിൻ്റെ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ MBAയുടെ സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് കിട്ടണം, എൻ്റെ മാതാവെ എവിടെയാണെന്ന് കണ്ടെത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിലൊരു തോന്നൽ വരുവാണ്, നിങ്ങൾ പഠിച്ച കോളേജിലെ ഡയറക്ടർക്ക്, MBAയുടെ ഡയറക്ടർക്ക് ഒരു മെയിൽ അയക്കുന്നൊരു ഉൾവിളി എനിക്ക് തോന്നി. ഞാൻ ആ മൊമെൻറ്റിൽ തന്നെ ഒരു മെയിൽ ഡയറക്ടർ, കാരണം 25 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ കോളേജാണ്. ആ കോളേജിൽ നിന്ന് ഒരു ഓട്ടോണമസ് കോളേജുമാണ്. അപ്പോൾ എനിക്ക് ആ കോളേജിലേക്ക് ഇത് അയച്ചാൽ, എന്നെ പരിചയമില്ലാത്ത, 25 വർഷം മുമ്പ് അവിടുത്തെ അലുമിനിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഒരു പരിചയമില്ലാത്ത ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മെയിൽ അദ്ദേഹത്തിന് അയച്ചു. അയക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച്, അത് ഉപ്പ് വെച്ച് അതിൽ കുരിശ് വരച്ചു, ഉടമ്പടി തൈലം വെച്ച് മെയിലിൽ പ്രാർത്ഥിച്ചു. ഞാനിത് ഫോർവേഡ് ചെയ്തു. ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഡയറക്ടർ എന്നെ തിരിച്ച് മെയിൽ ചെയ്യുവാണ്, താങ്കളുടെ സർട്ടിഫിക്കറ്റ് കോളേജിലെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ഞാൻ അതിനകത്ത് എൻ്റെ MBAയുടെ രജിസ്റ്റർ നമ്പർ അതെൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, MB 440-216 എന്ന നമ്പർ, അത് ഞാൻ മെൻഷൻ ചെയ്താണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ച് മെയിൽ തരുവാണ്, താങ്കൾക്ക് വന്ന് ഇത് കളക്ട് ചെയ്യാം, ഇത്രയും കാലം ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് ഞങ്ങൾ ഇതിനിവിടെ കീപ്പ് ചെയ്തുകൊണ്ട് താങ്കളൊരു ചെറിയ പെനാൽറ്റി അടയ്ക്കണം, ഒരു 10,500 രൂപ അടയ്ക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കിട്ടിയ അന്നേരം തന്നെ ഞാൻ സാറിനെ വിളിച്ചു.
സാറിൻ്റെ മൊബൈൽ നമ്പർ എനിക്ക് തന്നു. ഞാൻ വിളിച്ച് സാറേ എനിക്ക് ഇങ്ങനെ വന്ന് നാളെ തന്നെ ഞാൻ വരാൻ ഉദ്ദേശിക്കണം, ഇന്ന് വൈകിട്ടത്തെ ബസ്സിന് ഞാൻ കയറി വരും, സാറ് അവിടെ ഉണ്ടാകുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം പോയി. എൻ്റെ നഷ്ടപ്പെട്ടു പോയി 25 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന, അല്ലെങ്കിൽ കിട്ടുകയില്ല, ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ മാതാവ് എനിക്ക് തിരികെ വീണ്ടെടുത്ത് തന്നു. ഇത് മാതാവ്, സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം. 4ാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് വലിയ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ കൃപാസനം പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കുന്നയാളാണ്. അത് ഞാൻ വിതരണം ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ സാധാരണ വരുമ്പോൾ അതിരാവിലെ കാറിൽ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻ ഒരു സിസ്റ്റർ, റവറൻഡ് സിസ്റ്റർ പറഞ്ഞു, ഞാനും കൂടെ വരുന്നുണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ വരുമ്പം, അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിനെയും കൂട്ടി അതിരാവിലെ ഒരു 3:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളൊരു ഇറങ്ങുമ്പോൾ തുടങ്ങി ഞങ്ങൾ കൊന്ത ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പകുതി വഴി എത്താറായപ്പോഴത്തേക്കും ഒരു വളവിൽ വന്നപ്പോഴത്തേക്കും വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. വണ്ടിക്ക് എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്താ സംഭവിക്കുന്നത് എൻ്റെ മാതാവേ എന്ന് ചോദിക്കുകയും വണ്ടി ഒന്ന് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് വട്ടം തിരിഞ്ഞ് റോഡിന് നടുക്ക് തിരിഞ്ഞിട്ട് അരികിലുള്ള ഭിത്തിയിലേക്ക് ഇടിക്കാൻ പോകും. ഞാൻ അവിടുത്തെ ഇടിച്ചു, ഞങ്ങൾ തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിൽ പെട്ടെന്ന് വെച്ചു. പക്ഷേ മാതാവേന്ന് വിളിച്ചത് കൊണ്ടായിരിക്കും എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരടിക്ക് മുമ്പിൽ മതിലിടിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി നിന്നു. റോഡിന് വിലങ്ങിയാണ് വണ്ടി നിന്നത്. ഞാൻ അവർക്ക് അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷപ്പെടും. കാരണം എതിർ ദിശയിൽ നിന്ന് വളവായതുകൊണ്ട് വണ്ടി വന്നാൽ, അല്ലെ പുറകിൽ നിന്നൊരു വണ്ടി വന്നാൽ ഈ ഞങ്ങൾ വട്ടം കറങ്ങുന്ന സമയത്ത് അവർ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മതിലിടിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അപകടത്തിൽ നിന്നും മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ ഞാനിപ്പോൾ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ജോലികളെല്ലാം ഞാൻ ജോലിയിൽ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് കോളേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ, സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ കാലൊടിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് ആദ്യമേ. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ജോലി നൽകണമെന്നുള്ളത്. അപ്പോൾ ഉടമ്പടി എടുത്തത് ഉടനെ തന്നെ കർത്താവ് എനിക്കൊരു ടെമ്പററി ജോലിയാണ്. ഇപ്പോഴും ഞാൻ ആ ടെമ്പററി ജോബിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു പെർമനൻറ്റ് ജോബായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരം മാതാവ് എത്രയും പെട്ടെന്ന് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് പത്രം എല്ലാ മാസവും മേടിക്കും. എല്ലാ ആശുപത്രികളിലും ഞാൻ പോകും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, അവിടെ രോഗികളെ കാണും, അവർക്ക് പത്രം വിതരണം ചെയ്യും. ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് കിലോമീറ്ററുകൾ 30-40 കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യും. പോകുന്ന എല്ലാ കവലകളിലും ഞാൻ സ്കൂട്ടർ നിർത്തിയിട്ട് ഇറങ്ങി വരും, പത്രമായിട്ട് പോകും. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി നിന്ന് അവരോട് വചനം പറഞ്ഞും ഇതിൻ്റെ കൃപാസന മാതാവിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും പത്രങ്ങൾ കൊടുക്കുകയും, അങ്ങനെ അല്ലെങ്കിൽ കവലകളിൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് കണ്ടാൽ അവിടെ പോയി ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എനിക്ക് റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ തവണയും ഇറങ്ങുമ്പം ഉടമ്പടി തൈലവും ഉപ്പും ഈ പത്രത്തെ വിതറിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് റിജക്ഷൻസ് എന്ന് പറയാൻ എനിക്ക് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇത്രയും നാളും ഈ 2-2.5 വർഷമായിട്ട് ഞാൻ ചെയ്ത റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വിരലിനാന്ന് ഒരു 4-5 ഇൻസിഡൻസേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊരു റിജക്ഷൻസ് എനിക്ക് വന്നിട്ടില്ല. അത് ചിലരിവിടെ വന്ന് എടുത്തവർ തന്നെ എന്നോട് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞത്, താങ്കൾ ഉടമ്പടിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കറക്റ്റ് ആകാഞ്ഞത് കൊണ്ടായിരിക്കാം അത് കിട്ടാതെ പോയത്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ അത് വീണ്ടും ഇവിടെ വന്ന് പുതുക്കിയിട്ട് അത് ചെയ്യാൻ ഉപദേശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുപോലെ പലരും അധ്യാപക ജോലിയിലൊക്കെ ഇടപെടുന്നവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല. കാരണം ഞാനിവിടെ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പോയി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, അത് ഷെയർ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്യും, അത് സ്റ്റാറ്റസ് ഇടും. ഇതാണ് നമ്മൾ പ്രേക്ഷിത വേലയിൽ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എല്ലാം ഞാൻ ആളുകൾക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും. അവർക്ക് ഞാൻ നമ്മുടെ തൈലം കൊണ്ടുപോയി കുരിശ് വരച്ച് ഞാൻ അവിടെ പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. അപ്പം അവർ പ്രാർത്ഥിക്കാൻ അനുവദിക്കും. അത് ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നോക്കാറില്ല. ഞാൻ ഉടമ്പടി തൈലം വെച്ച് അവരെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. ചിലർക്ക് കാശുരൂപം കൊടുത്തിട്ടുണ്ട്. ചിലരോട് ഞാൻ ഉപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, തേനോ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇത് ഭക്ഷണത്തിൽ കഴിക്കുക, നിങ്ങൾക്ക് സൗഖ്യം പെട്ടെന്ന് തന്നെ മാതാവ് തരും. അതുപോലെ തന്നെ ഞാൻ
ഈ പ്രാർത്ഥന ഇത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ, ചില സാഹചര്യങ്ങളിലൊക്കെ ആശുപത്രിയിൽ പുറത്തിറങ്ങി ശ്വാസം മുട്ടിയിട്ട് 250-300 രൂപയാണ് മരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എന്നോട് അപ്രോച്ച് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അന്നേരം പോയി മരുന്ന് മേടിച്ച് അവർക്ക് കൊടുത്ത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് അവർക്കത്, കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അവിടെ മരുന്ന് റെഡിലി അവൈലബിൾ അല്ല. അപ്പോൾ അവർ പറയും പുറത്തോട്ട് എഴുതി കൊടുക്കും ഇവർക്ക്. അന്നേരമാണ് ഇവർക്ക് നമ്മുടെ സഹായം ആവശ്യം വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന മിക്കവാറുമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറ് നാളെ അടുത്ത ദിവസം വരുമോ? സാറ് വരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സാറ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്, അപ്പോൾ വരികയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. വീട്ടിൽ നിന്ന് വൈഫ് ഭക്ഷണം പൊതി ഉണ്ടാക്കി തരും, അത് ഞാൻ കൊണ്ട് ഇവർക്ക് കൊടുക്കും. ഓർഫണേജുകളിൽ പോകാറുണ്ട്, അവിടെയും പോയി ഞാൻ ഭക്ഷണം കൊടുക്കും. എന്നെക്കൊണ്ട് വരുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. പല സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ അവരോടൊപ്പം ദിവസം സ്പെൻഡ് ചെയ്ത് അവരെ കേട്ട് കൂടുതൽ കേൾക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം. പലരും നമ്മളോട് സങ്കടപ്പെടാറുണ്ട്, എൻ്റെ മക്കളെന്നെ പലരും മക്കളൊക്കെ ഉപേക്ഷിച്ചപ്പെട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറയാറുണ്ട്, മക്കളെന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് പോയി. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ള മക്കൾ എപ്പോഴും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴും അവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മക്കളായിട്ട് തന്നെ കണ്ടാൽ മതി എന്നൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ സജഷൻസൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് ഞങ്ങൾ പ്രേക്ഷിത വേലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ ഭക്ഷണപ്പൊതി മേടിച്ച് സ്കൂട്ടറിൽ വെക്കും. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ കുറേ 4-5 പാക്കറ്റ്സ് വീതം മേടിച്ചിടും. അംഗവൈകല്യമുള്ള ആളുകളെ ഞാൻ കണ്ടാൽ അവിടെ സ്കൂട്ടർ നിർത്തും, ഞാൻ ഇറങ്ങി ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കും, ഭക്ഷണപ്പൊതി കൊടുക്കും. ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിക്കും. സാമ്പത്തികമായിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് പൈസ ഇല്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ആത്മീയമായിട്ട് എനിക്കുണ്ടായ ഉണർവ് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളും കുർബാനയിലൊക്കെ സജീവമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെ തിരുവചനങ്ങൾ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. ടോമി ഡൊമിനിക് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും, അത് നിങ്ങളുടെ ജോലിയാവട്ടെ, രോഗമാവട്ടെ, സാമ്പത്തിക മേഖലകളാവട്ടെ, ജീവിത പ്രശ്നങ്ങളാവട്ടെ, നിങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് ഡോക്യുമെൻറ്റ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങളാവട്ടെ, ഏതിനെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയിൽ നിന്ന് നമുക്ക് നേടിത്തരുവാൻ, അമ്മയുടേതായ വഴികളിൽ നമ്മുടെ ജീവിതം ക്ലിയർ ചെയ്യുവാൻ, കുറെ കൂടി എളിമപ്പെടുത്തുവാൻ, കുറെ കൂടി വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ, കുറെ കൂടി ദൈവഹിത പ്രകാരം നന്മ പ്രവൃത്തികളിൽ സമ്പന്നമാകുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പോലും അറിയാതെ അനുഗ്രഹത്തിൻ്റെ തുടർച്ച ദൈവം നൽകിക്കൊണ്ടിരിക്കും. സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എപ്പോഴും തീഷ്ണതരമായി ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തി ഒരിക്കൽ പോലും മടുപ്പില്ലാതെ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഈശോയുടെ ദരിദ്രർക്ക് വേണ്ടി എന്തു ചെയ്താലും, ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിധം ഈശോ അത് മാറ്റിത്തന്നിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകൾക്കും അപകടത്തിൽ നിന്ന് സവിശേഷമാവിധം രക്ഷിച്ചതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എന്നെ ഇവിടെ നിർത്തിയ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ കുമ്പളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത മകൻ. ആദ്യമായി ഞാനിവിടെ വരുന്നത് 2022 ഡിസംബർ 17-ാം തീയതിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ഞാൻ വരാനുണ്ടായ സാഹചര്യം, യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ ഒരു ആരാധന കാണുകയുണ്ടായി. ആ ആരാധന ഞാൻ കൂടുകയും അതിൻ്റെ പിന്നാലെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ തോന്നി, എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ കാര്യങ്ങളും സാധിച്ചു തരും.
അമ്മയും ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ എല്ലാ ദിവസവും ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുവാൻ തുടങ്ങി. എനിക്ക് എത്രയും വേഗം ഇവിടെ എത്തണം, അമ്മയുടെ സന്നിധിയിൽ വന്നാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു. 3 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാൻ എല്ലാ സാക്ഷ്യങ്ങൾ കാണുകയും ആരാധന കൂടുകയും ചെയ്യുവാൻ തുടങ്ങി. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാനതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് കൃപാസന അമ്മയുടെ പള്ളിയിൽ പോകണം, അവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, നീ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ടല്ലോ, അവിടെ പോയി തിരികെത്തിക്കുന്നതല്ലേ, ഞാൻ ഹിന്ദുവാണ്, അവിടെ നീ എല്ലാ ആഴ്ചയിലും പോകുന്നതല്ലേ, അതിന് കൃപാസന മാതാവിൻ്റെ ആലപ്പുഴ വരെ പോകണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്, ആരാധന കൂടുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും അവിടെ പോയാൽ മാതാവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വിശ്വാസമൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ കരച്ചിലിൻ്റെ ശക്തിയിൽ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം. പുള്ളിക്ക് ക്ഷമയില്ലാത്ത ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്താൽ ഒരുപാട് സമയതാമസം ഉണ്ടാകും, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം, ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് തിരിച്ചുപോയി. എല്ലാ മാസവും ഞാനിവിടെ വരുമായിരുന്നു. ഇവിടെ വന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഒരു വയറുവേദന വരികയും അങ്ങനെ ഞാൻ ഡോക്ടറെ കാണുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഒരു ഹെർണിയയുടെ സർജറി വേണമെന്ന് പറഞ്ഞു. ആ സർജറി ചെയ്തു. അങ്ങനെ സർജറിക്ക് മുന്നോടിയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കടബാധ്യത ബാങ്കിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ലോൺ എടുത്തതാണ്. അത് നമുക്ക് തിരിച്ചടക്കാൻ പറ്റാതെയായി. ജപ്തി നടപടി ഭീഷണി വന്നു. ബാങ്കുകാർ വീട്ടിൽ വന്നു, ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എൻ്റെ സർജറി ചെയ്യാനിരിക്കെയാണ് ഈ സംഭവം. അങ്ങനെ എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല. ഞാൻ ആ ജപ്തി നോട്ടീസുമായി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി കാശ് രൂപം എനിക്ക് തന്നു. വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് തളിച്ച് കുഴിച്ചിടുവാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തു. അതിനുശേഷം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ നാളെ എൻ്റെ സർജറിയാണ്, ഞാൻ സർജറിക്ക് പോവുകയാണ്. ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യാതെ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കിടക്കാൻ എനിക്കൊരു ഇടമുണ്ടായിരിക്കണം. അത് ഞാൻ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എനിക്ക് വരുമ്പോൾ കിടക്കണം. എനിക്കെൻ്റെ സ്വന്തമായി വേറൊരു ഭവനമില്ല. എൻ്റെ വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുകയാണ്. അമ്മ അതുകൊണ്ട് എന്നെ കൈവിടരുതെന്ന് ഞാനിവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം വരെ, സർജറിക്ക് കയറുന്നത് വരെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സർജറിയല്ല എൻ്റെ പ്രശ്നം അന്നേരം, എനിക്കെൻ്റെ ജപ്തി നടപടിയായിരുന്നു. അങ്ങനെ ഞാൻ സർജറിക്ക് തിയേറ്ററിലേക്ക് പോകുന്ന സമയം അവരെന്നോട് പറഞ്ഞു, കാശ് രൂപം ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കയ്യിൽ കാശ് രൂപയും കൊന്തയും കൊടുത്തിട്ടാണ് ഞാൻ പോയത്. സർജറി കഴിഞ്ഞു. രാവിലെ 6 മണിക്കായിരുന്നു. എന്നെ രാത്രിയിൽ 8:30-ക്കാണ് പുറത്തു കൊണ്ടുവരുന്നത്. 2 ദിവസം വേദനയോ പിന്നെ ഓർമ്മയൊന്നും ശരിയായിട്ടില്ലാത്തത് കാരണം എനിക്ക് എഴുന്നേക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. 3-ാം ദിവസം വെളുപ്പിന് 5 മണിക്ക് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ജപമാല ചൊല്ലണം. അപ്പോൾ യൂട്യൂബിലൂടെയാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ജപമാല ചൊല്ലുവാനും എനിക്ക് ബൈബിൾ വായിക്കണം തോന്നി. ഞാൻ ഇവിടെ വന്നപ്പോൾ ബൈബിൾ വാങ്ങാൻ പൈസയുമായി വന്നപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചില്ല. ബൈബിൾ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു, ക്രിസ്ത്യനായിരുന്നു, അവൾ എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ ബൈബിളും മുടങ്ങാതെ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സർജറിക്ക് പോയ സമയം എൻ്റെ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പോയ കാശ് രൂപം അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം സർജറി കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞു ഞാൻ വീണ്ടും ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ. ഇവിടെ വന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാശ് രൂപം ലഭിക്കുകയില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കാശ് രൂപം വേണമായിരുന്നു. എൻ്റെ ബലവും ശക്തിയും അതായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് കാശ് രൂപം വേണമെന്ന് പറഞ്ഞു. ഞാൻ വാശി പിടിച്ചു. ഇവിടെ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പുതിയ ഉടമ്പടി എടുത്തു. പുതിയ ഉടമ്പടി എടുത്തു. ഞാനിപ്പോൾ 4ാമത് പുതുക്കി നിൽക്കുന്നു. അങ്ങനെ പുതിയ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്കൊരു തീരുമാനമായിട്ടില്ല. ജപ്തി നോട്ടീസിന് ബാങ്കുകാർ വീണ്ടും വന്നു. ഞാനങ്ങനെ വീണ്ടും ഓടി ഇവിടെ വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല, പെരുവഴിയിലേക്ക് ഞങ്ങളെ ഇറക്കി വിടരുതും,
ഇറക്കി വിട്ടാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, ഞങ്ങളുടെ 4 പേരുടെയും മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും എല്ലാ വീടുകളിലും നടന്നു യാചിച്ചു. ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല, ദൈവം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ വിഷമിച്ച് ഞാൻ ഇവിടെ വന്നു. അമ്മേ, ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല അമ്മേ, എനിക്ക് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എനിക്കറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ പോരായ്മകൾ കൊണ്ടാണോ എൻ്റെ നിയോഗങ്ങൾ മാത്രം സാധിക്കാത്തത് എന്ന് പറഞ്ഞ് കണ്ണുനീരിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായി അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് ഞാൻ ഓർത്തു, ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് എന്നെപ്പോലെ പലരും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, അത് ഓർമ്മ വന്നപ്പോൾ എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. എൻ്റെ കുറവുകൾ കൊണ്ടാവണം എൻ്റെ ഈ ഉടമ്പടി നിയോഗം സാധിക്കാത്തത്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മൂത്ത മോനാണിത്, ഇവൻ ITI കഴിഞ്ഞ് പാസ്സായി നിൽക്കുകയായിരുന്നു. ഇവനൊരു ജോലി ലഭിക്കാൻ ഞാൻ നിയോഗം വെച്ചു, അത് സാധിക്കുകയുണ്ടായി. പിള്ളേർക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ജപ്തി നടപടി ബാങ്കിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് എങ്ങനെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഞാനിവിടെ വന്നു അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മേ, എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല, എൻ്റെ അമ്മ സഹായിക്കണം, എൻ്റെ മക്കൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കെങ്കിലും അമ്മ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ പോയി നിന്ന് അവിടെ നിന്ന് പിന്നെ ബൈക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ, അമ്മയുടെ ചിത്രമുള്ള ഒരു കീ ചെയിൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിതേ കൊടുക്കുവാൻ നിവൃത്തിയുള്ളൂ, വണ്ടി അമ്മ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് ഈ കീ ചെയിൻ കൊടുത്തപ്പോൾ എൻ്റെ മക്കൾ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ആനയെ വാങ്ങാതെ അമ്മ എന്തിനാണ് ചെയിൻ ചങ്ങല വാങ്ങിച്ചു കൊണ്ടുവന്നത്? ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് തരും, മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മാതാവ് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. വണ്ടി വാങ്ങിച്ചു. പിറ്റേ ദിവസം ഞാൻ ആ വണ്ടിയുടെ കീയുമായിട്ട്, എൻ്റെ മക്കൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആ കീയുമായി ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കാണിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. അമ്മേ, വണ്ടി കൊണ്ടുവരാൻ നിവർത്തിയില്ല, അമ്മേ, കീ ചെയിനെ എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചിട്ട് തിരിച്ചു പോയി. അങ്ങനെ ആ സാക്ഷ്യം നടന്നു. 2ാമതും ഞാൻ ഇവിടെ പുതുക്കുവാൻ വന്നപ്പോഴേക്കും അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയോട്, ഈശോയെ, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പിന്നെ ഈശോയുടെ നാമത്തിലാണ് ഞാൻ എന്തും ചെയ്യുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങേ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നത്. ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ടോക്കൺ കൊടുക്കുവാൻ അവിടെ എല്ലാവരോടും ലൈനായി നിൽക്കുവാൻ പറഞ്ഞു. ഞാനും പോയി അവിടെ നിന്നു. സിസ്റ്റർ എന്താണോ പറയുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, നിയോഗം സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അമ്മ മാതാവിനെ കൈകളിലേന്തി ആ പ്രദക്ഷിണം നടത്തുക എന്നുള്ളത്. അമ്മ, എനിക്ക് ആഗ്രഹം സാധിച്ചു തരണം. അത് ഞാൻ ഇപ്പം വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെനിക്ക് അമ്മയെ കൈകളിലേന്തുവാൻ എന്നെനിക്ക് യോഗ്യത ഉണ്ടാവുന്നുവോ അതിന് നീ എന്നെ യോഗ്യതയുള്ളവളാക്കി മാറ്റിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ ഷോൾഡറിൽ 2 തട്ട് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റർ ഒരു കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പോഴും ഞാൻ കാശ് രൂപത്തിൽ നോക്കിയില്ല. ഞാൻ സിസ്റ്ററെ നോക്കി, സിസ്റ്റർ എന്നെ നോക്കി ചിരിച്ചിട്ട് നടന്ന് അവിടെ പോയി നിന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, അവരവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടോക്കൺ നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ ടോക്കണിൽ നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കിട്ടിയത് മാതാവായിരുന്നു. എനിക്കിതിൽ പരം ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ അമ്മ മാതാവ് എനിക്ക് എന്നെ കയ്യിലെടുക്കാൻ എനിക്കുള്ളൊരു ഭാഗ്യം എന്തെന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത എൻ്റെ നിയോഗങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതാണത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഇന്നും പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ കുളിരനുഭവപ്പെടുന്നു. ഒരു വല്ലാത്തൊരു തണുപ്പും വിറയലും ആ നിമിഷം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിൽക്കുന്ന ഓരോരുത്തരും എന്നെ നോക്കുന്നുണ്ട്. അവർക്ക് എന്താ ഞാൻ കരയുന്നതെന്ന് അറിയില്ല. ഞാൻ കരഞ്ഞത് എനിക്ക് അമ്മ മാതാവിനോട് തോന്നിയ സ്നേഹം, സന്തോഷം,
ഞാൻ ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ സാധിച്ചു തന്നതിൻ്റെ സന്തോഷമാണ്. അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ ഉടമ്പടി അങ്ങനെ പ്രദക്ഷിണം ചെയ്തു തിരിച്ചുപോയി. ഞാൻ വീട്ടിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കൊരുപാട് സന്തോഷം കിട്ടി. അപ്പോഴും എൻ്റെ ജപ്തി നടപടിയുടെ കാര്യം നിൽക്കുകയാണ് കേട്ടാ. അമ്മയ്ക്ക് എപ്പോഴാണോ തരാൻ സാധിക്കുന്നത് ഈശോയും അമ്മയുടെയും സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടേതല്ലാത്ത വേറൊരാളുടെ സ്ഥലം കച്ചവടത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും പുള്ളിനെ ഇടനിലക്കാരനാക്കി അവരെ നിർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അതുമായി മുന്നോട്ട് പോകുവേ എന്തോ 50 വർഷം മുമ്പുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു അവർ. അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഓടി ഇവിടെ വന്നു. അമ്മ മാതാവേ, എൻ്റെ ഭർത്താവിനെ ഇടനിലക്കാരനാക്കി നിന്ന് ഇത് ഞങ്ങൾക്ക് നടത്തി തന്നാൽ ഭർത്താവിനെയുമായി ഇവിടെ വന്ന് നിന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമേ. ഞങ്ങൾക്കൊരു വഴിയില്ല, ഇത് അമ്മ തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബാധ്യത തീർക്കാൻ അമ്മ തന്നെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പ് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മുടെ കാര്യം നടന്നാൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. രാത്രി ഞങ്ങൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേണ്ടെന്ന് വെച്ച സ്ഥലമായിരുന്നു. അവർ വീണ്ടും തിരിച്ചു വന്നു. ആ സ്ഥലം എടുക്കുകയും ആ സ്ഥലം വിൽപ്പന നടത്തി അതിലൂടെ 6.25 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ ജൂൺ 18-ാം തീയതി ഞങ്ങൾക്ക് ചെക്ക് ലഭിച്ചു. ഈ ചെക്ക് ലഭിച്ച് ബാങ്കിൽ അന്ന് തന്നെ പോകുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. 3 ദിവസം സമയമെടുക്കും ഞങ്ങൾക്കത് ക്യാഷായി കിട്ടുവാനെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 19-ാം തീയതി രാവിലെ അപ്പം ഞാൻ അമ്മ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അമ്മ മാതാവേ, ഇത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ആരറിയുന്നതിനേക്കാളും മുമ്പേ എൻ്റെ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടേ ഞാനിത് ആരോടും പറയുകയുള്ളൂ. 19-ാം തീയതി വെളുപ്പിനെ ഞങ്ങൾ വണ്ടി കയറി ഇവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി ഇവിടെ വന്ന് അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ പറഞ്ഞു, ഒരുപാട് നന്ദിയും പറഞ്ഞു. ഈ സിസ്റ്ററായിരുന്നു വന്ന്. സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ബാങ്കിൻ്റെ ജപ്തി നടപടിയാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ക്യാഷ് അടച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല, 3 ദിവസം സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈസ അടച്ചിട്ട് ജപ്തി നടപടി ക്ലിയർ ചെയ്തിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചുപോയി. പോകാൻ സമയം ഞാൻ ഇവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, 7,63,063 രൂപയാണ് ഞങ്ങളുടെ അടയ്ക്കേണ്ട തുക. ഞങ്ങൾക്ക് കിട്ടിയത് 6.25 ലക്ഷം രൂപ. ഇതിൽ നിന്ന് ബാക്കി തുക ഇനിയും ഉണ്ടാക്കണം. എൻ്റെ മുന്നിൽ വഴികളില്ല. അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണം പണയം വെച്ചിട്ട് അതിനും ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ബാങ്കുകാരുടെ വിളികൾ നിൽക്കാൻ പറ്റുന്നില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല, കരച്ചിലായി, ആർക്കും ഭക്ഷണമില്ല. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ 6.25 ലക്ഷം രൂപ കിട്ടിയതുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതിൽ കൂടുതൽ തുക എനിക്ക് അടയ്ക്കാനുണ്ട്. ഇനി എന്ത് ചെയ്യും? എൻ്റെ മുന്നിൽ വഴികളില്ല. അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഇത്രയും ചെയ്തു തന്നമ്മ ഇതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ, എനിക്ക് 5 ലക്ഷം രൂപയാക്കി എനിക്കിത് അമ്മ കുറച്ച് തരണം. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല. ഞാൻ ബാങ്കിലേക്കാണ് പോകുന്നത്. എൻ്റെ ഭർത്താവ് എൻ്റെ മോനുമായി ബാങ്കിൽ ചെന്ന് സംസാരിക്കും. ഞങ്ങൾക്ക് മുമ്പേ അമ്മ അവിടെ എത്തണം എന്ന് പറഞ്ഞു. കാശ് രൂപവുമായി ബാങ്കിൽ പോയി. ബാങ്കിൽ ചെന്ന് സംസാരിച്ചു. അവർ ആ 5,15,000 രൂപയ്ക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സമാധാനമായിട്ട് പോന്നു. എന്തായാലും 5,15,000 രൂപ പറഞ്ഞല്ലോ എന്ന് എൻ്റെ ഭർത്താവ് സമാധാനിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അതെൻ്റെ അമ്മ കുറച്ച് തന്നെ തരും. ഞാനത് നന്നായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ എന്നെ അതിൽ തന്നെ തന്ന് രക്ഷപ്പെടുത്തുമെന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് ക്യാഷ് അടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. 3-ാം ദിവസം ക്യാഷ് അടക്കാനായി ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അത്ഭുതകരമായി ഒന്നും അങ്ങോട്ട് സംസാരിക്കേണ്ടി വന്നില്ല. ബാങ്ക് മാനേജർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയായിട്ട് കുറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല.
സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒരാളും സഹായിക്കാനില്ലാതെ കൈവെടിഞ്ഞ ഞങ്ങളെ എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പായുമാണ് ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളും നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം മാത്രമാണ്. എൻ്റെ മരണം വരെ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. എന്നും വെളുപ്പിന് 5:30-ക്കും സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോടും അമ്മയോടും പറയുന്നത്, അമ്മ ഈശോയെ എൻ്റെ മരണം വരെ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ എന്നാണ്. പിന്നെ ഒരുപാട് എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും എനിക്കുണ്ടായി. പണ്ടെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പോലെ പലരും ഉണ്ടാവും ഇവിടെ. എൻ്റെ സങ്കടങ്ങളായിരുന്നു ഞാൻ ആദ്യം ഈശോയോട് പറഞ്ഞിട്ടിരുന്നത്. പക്ഷേ എൻ്റെ ഈ ഏറ്റവും വലിയൊരു നിയോഗം നടക്കാതിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന്. അത് മനസ്സിലായി. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ പലതും എൻ്റെ ഓർമ്മകളിൽ വന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റിപ്പിടിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയല്ല പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഭീഷണി നേരിടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം കുഞ്ഞുമക്കളെ, മദ്യപാനികളെ എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. ഇതുപോലെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും ഈശോയും മാതാവും നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളോട് ഞാൻ അത് തന്നെ പറയുന്നു. ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും ഞാനും എൻ്റെ കുടുംബത്തെയും കൂടി ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ സൗഭാഗ്യങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയും ഈശോയും ഇല്ലായിരുന്നെങ്കിൽ ഈ പുണ്യഭൂമിയിൽ ഞാൻ വന്നില്ലായിരുന്നു. ഈ സമയം ഈ ജൂൺ 30-ാം 4 മരണങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തി മരിക്കാം എന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. എന്നെയാണ് ഇന്ന് എൻ്റെ അമ്മ മാതാവും ഈശോപ്പായും ഈ അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ നിയോഗങ്ങൾ നടന്നില്ലെങ്കിലും അതെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുകയും ക്യാൻസർ സെൻ്ററിൽ പോയി അവിടെയുള്ള അമ്മമാരെ കാണുകയും എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും വേറെ അനാഥാലയങ്ങളിൽ പോകുകയും അവിടെയും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താണെങ്കിലും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോ അപ്പയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഉണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് അതുമെല്ലാം എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും. വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായി ഊർജത്തോടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ അപ്പയും എൻ്റെ അമ്മ മാതാവും ഇവിടെ കൊണ്ടുവരുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ ഞാൻ കൂട്ടിയെ കൂടാത്ത ഈ ബാങ്ക് ജപ്തി എനിക്ക് ഒഴിവാക്കി തന്നതിന് അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. യേശുവിനും മാതാവിനും ഒരുപാട് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ബേബി രാജൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ബേബി നമ്മോട് പങ്കുവെച്ചത്. നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവമഹത്വം കാണാനാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അന്ധനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ അവിടെ കൂടെയിരുന്നവർ ചോദിച്ചു, ഇവൻ്റെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും പാപം മൂലമാണോ ഇവനീ കഷ്ടപ്പാട്, ഇവനീ അന്ധത സംഭവിച്ചതെന്ന്? ഈശോയുടെ ഉത്തരം നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. യഹൂദരെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇവൻ്റെ ഈ അന്ധത, ഇവന് ലഭിച്ച ഈ കാഴ്ച ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയായിരുന്നുവെന്ന്. നമ്മുടെ ഓരോ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും എല്ലാം ഉയിർപ്പ് അല്ലെങ്കിൽ തിരിച്ചു വരവ് എല്ലാം സാധ്യതകളെല്ലാം ദൈവമഹത്വം നമുക്ക് പ്രാപിക്കാൻ വേണ്ടിയാണ്.
അതുപോലെ നമ്മയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി പറഞ്ഞത്. വണ്ടി വാങ്ങിയിട്ടില്ല. മകൻ കളിയാക്കി ചോദിച്ചത് വളരെ സത്യമാണ്. ആന വാങ്ങാതെയാണോ ചങ്ങല വാങ്ങിയത് എന്ന് മകൻ കളിയാക്കി ചോദിച്ചെങ്കിലും ഈ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയിലുള്ള അന്ധമായ വിശ്വാസം, അന്ധമായി വിശ്വസിച്ചു എൻ്റെ അമ്മ എനിക്ക് നേടിത്തരുമെന്നുള്ള വലിയ തീക്ഷ്ണമായ ഉറപ്പാണ് ഈ മകൾക്ക് പെട്ടെന്നൊരു വണ്ടി വാങ്ങാനായിട്ട് മകളെ സഹായിച്ചതും ആ നാണക്കേടിൽ നിന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ആ ഒരു വലിയ അപമാനത്തിൽ നിന്ന് ഈ അമ്മയെ എന്തുമാത്രം ഈശോ രക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അമ്മയെ കയ്യിലേന്താൻ കിട്ടുന്നവർ വളരെ ഭാഗ്യമായി ഇവിടെ മഹാഭാഗ്യമായ ഇവിടെ പറയുന്നുണ്ട്. അമ്മയെ കയ്യിലേന്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട. അമ്മ അദൃശ്യയായി എപ്പോഴും നമുക്ക് സാമീപ്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മഴവില്ലായും സുഗന്ധാഭിഷേകമായും തിരിയിലും നാളത്തിലും എല്ലാം നിങ്ങൾക്ക് അമ്മ നിങ്ങളുടെ കൂടെയുണ്ടാവും. ഉടമ്പടി എടുത്താൽ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. ഈശോയെ നിങ്ങൾക്ക് സത്യമായും അമ്മ നിങ്ങൾക്ക് തരും. ഈശോയെ നൽകുന്നത് അമ്മയാണെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഇടനിലക്കാരനായി ഈ ഹസ്ബൻഡിനെ കൊണ്ട് നിർത്തിയതും പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ ജപ്തി നോട്ടീസ് ഒന്നും നമുക്ക് ഈ മകൾ വന്ന് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഈ മകൾ ഇവിടെ വന്ന് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞത്, അന്ന് എനിക്ക് ഒരമ്മ തന്ന ഉറപ്പാണ് ഈ മകളുടെ ജപ്തി നേടിത്തരും ഈശോ. ഇത് വീണ്ടും കടം തീർന്നതിന് ശേഷം ഈ മകൾക്ക് സാക്ഷ്യം പറയാൻ നമുക്ക് സാധിക്കുമെന്ന് ഈശോ തന്നെ മറ്റുള്ളവരുടെ അധരങ്ങളിലൂടെ നമ്മോട് സംസാരിപ്പിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ മകൾ ഒരുപാട് മക്കളെ ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കയ്യോടെയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമ്പിളി തോമസ്. ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഇതെൻ്റെ മൂത്ത മകൻ ജെറിൻ. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഷെറിൻ. ഞങ്ങൾ കട്ടപ്പന അന്യാർതൊളു സെൻറ്റ് തോമസ് ഇടവക അംഗങ്ങളാണ്. ഞാൻ 8/11/22 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. എനിക്കിവിടെ വരണമെന്നും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നും അതിയായ ആഗ്രഹമായിരുന്നു. പത്രമൊക്കെ ഇതിനു മുമ്പ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എൻ്റെ മൂത്ത മകൻ UK പോകാൻ എല്ലാ കാര്യങ്ങളും ശരിയായി കൊണ്ടിരിക്കുമ്പം എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇച്ചിരൂടെ പ്രാർത്ഥിക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്ന് പക്ഷേങ്കിൽ ഞാൻ ഇവിടെ 6 ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിച്ചു പോയി, മാതാവേ എനിക്ക് ഇവിടുത്തെ അച്ഛനെയും കാണണ്ട, ഇവിടെ സാക്ഷ്യവും പറയാൻ പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഈ കൊച്ചിനെ കെ കോളേജിൽ കൂട്ടുകാരുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപ്പെടുത്തി. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ ഈ ഇളയ കൊച്ച് വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. ഈ കൊച്ച് കൂട്ടുകാരുടെ അടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ കേൾക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം കേൾക്കണം. ഞാൻ ആ ലാസ്റ്റാണ് അവിടെ ഇരുന്ന് ഞാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതുപോലെ വന്ന് ഞാൻ പലയിടത്തും പല ആരാധനകളിലെല്ലാം പോയി കൂടുകയും അച്ഛന്മാരിങ്ങനെ സാക്ഷ്യം എഴുതി വായിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് അവൾക്ക് ഒരു കള്ളം പറയാൻ ഇവിടെ കയറി എന്ന് പറയാൻ പറ്റത്തില്ല, അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കുളിര് കോരുവാണ് ഇവിടുത്തെ സാക്ഷ്യം കേട്ടിട്ട്. എന്നിട്ട് ഞാൻ പയ്യെ ആ മാതാവിൻ്റെ നേരെ അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൊച്ചിന് UK 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. അത് 16 ജനുവരി 11 ഇവിടുന്ന് പോകും, 12 അവിടെ ചെല്ലും. 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. 16-ാം തീയതി ഇവന് റൂം കിട്ടും, അതുവരെ താമസിക്കാൻ ഒരിടമില്ല. മാതാവേ ഇവനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആരോരും ഇല്ലാത്തടത്ത് ബാഗും എല്ലാം തൂക്കി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അവസ്ഥ. അമ്മ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവൻ പോകും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങി. അന്നേരം എനിക്കൊരു സിസ്റ്ററിനെ കാണാനുണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ. അവിടുത്തെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിരുന്ന് മാതാവ് ഇങ്ങനെ തോന്നുവാണ്, എൻ്റെ അമ്മായിമ്മയുടെ ചേട്ടത്തി കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്, അവരുടെ അനുഗ്രഹം കൂടെ മേടിക്കാം, അവിടെ പോയിട്ടും കൂടെ പോകാം. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയായി 8 മണിയായി അവിടെ ചെല്ലുമ്പോൾ. അവിടെ ചെന്ന് പേരമ്മയോട് പറഞ്ഞു, ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഈ കുഞ്ഞിനെ ഒരു താമസിക്കാൻ ഇങ്ങനെ പോവുകയാണ്, വെളിയിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ ആ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു UK. അന്നേരം പറഞ്ഞു, എൻ്റെ കൊച്ചുമോളും അവിടെയല്ലേ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പം മൂത്തയാൾ +2 പഠിക്കുന്ന കൊച്ച് പോയിട്ട് വന്നതേ ഉള്ളൂ. അവന് ഓണത്തിനെല്ലാം പോയിട്ട് വന്നു. തന്നെ ഞാൻ പറഞ്ഞു, തന്നെ വരുമോ? അപ്പം എൻ്റെ ജീവൻ ഇവിടെ നല്ലൊരു ഏജൻസി ഈ കൊച്ചിന് എൻ്റെ ജെറിന് കിട്ടിയേക്കുന്നത് UK തന്നെയാണ്. അതുകൊണ്ട് ആ താമസസ്ഥലം ഒന്നും ആകാതെ പോയേ. അന്നേരത്തേക്കിനും ഭയങ്കര സന്തോഷമായി. എനിക്കിത് കേട്ട്
എൻ്റെ മാതാവ് അവിടെ എന്നെ കൊണ്ട് എത്തിച്ചു. ഇവന് 3 മാസം താമസിക്കാൻ 3 ദിവസം ചോദിച്ചതിന് എൻ്റെ മാതാവ് 3 മാസത്തേക്ക് താമസിക്കാൻ ഇടം നൽകി അനുഗ്രഹിച്ചു. ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ എഴുതി വെച്ചതും സാധിച്ചതുമായ കാര്യം അതാണ്. രണ്ടാമത് ഭർത്താവിന് വിട്ടുമാറാത്ത ചുമയാണ്. ഞങ്ങൾക്ക് പാട്ടക്കാടാണ്, ഒരു 15 കിലോമീറ്റർ വണ്ടിക്ക് ദൂരെ പോകണം. വണ്ടി ഓടിച്ച് പോകേണ്ട സമയത്തെല്ലാം ഈ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടിങ്ങനെ ചുമയാണ്. 5 മിനിറ്റ് നിന്ന് ചുമക്കുന്ന, ശ്വാസം പിടിച്ച് ചുമക്കുന്ന ഒരു ചുമയാണ്. കിടക്കും സന്ധ്യ ആകുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ 2ാമത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചത്. എൻ്റെ മാതാവ് എങ്ങനെയോ മാറ്റി, ഒരു കുഴപ്പമില്ല. മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അത് മാറിക്കിട്ടി. പാട്ടക്കാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ദൂരം പോവുകയും ചെയ്യണം. മനസ്സിനൊരു സമാധാനമില്ല. ഞങ്ങളവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ്, ഇതും കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല, പണിയാനല്ലാതെ ഇതും കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് 2 പേരും കൂടെ പറമ്പിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. മാതാവേ ഞങ്ങൾ എന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ്, ഉപ്പുണ്ടെങ്കിൽ ഇടാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് ഉപ്പുണ്ട്? അപ്പം പറഞ്ഞ് 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇത്രയും 2.5 ഏക്കർ ഇടാൻ അത് മതിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, 1 നുള്ളി ഉപ്പെടുത്ത് 1 ഏലത്തിൻ്റെ നടുക്ക് ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും 2 സൈഡിൽ കൂടെ പോയി ഇത് പ്രാർത്ഥിച്ചു. ഏറ്റവും ലാസ്റ്റ് മിച്ചം വന്നെന്നാണ് പറഞ്ഞു. ഒരു ബോട്ടിൽ ഭർത്താവിനത് സൈഡിൽ കൂടെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ആ പറമ്പിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്നല്ല, ആ കാട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. മാതാവ് അതിൻ്റെ രോഗങ്ങൾ മാറ്റുകയും ചെയ്തു, ആദായം നൽകുകയും ചെയ്തു. പിന്നെ ഈ പാട്ടത്തിന് സ്ഥലം കൊടുക്കാനായിട്ട് ഈ കൊച്ചു ഓൾറെഡി ജനുവരി പോയതുകൊണ്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്തേക്കുന്നു. അന്നേരം പിന്നെ അവിടുന്ന് പലിശ എടുത്താണ് നമ്മൾ ആ റൗണ്ട് കൊടുത്തത്. തന്നാണ്ട് പൈസയാണ് ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കേണ്ടത്. അന്നേരം ഞങ്ങൾ അത് കൊടുത്തു. 2ാമത്തെ തവണ ഇതുപോലെ കൊടുക്കേണ്ട 4ാമത്തെ പുതുക്കല്ലിനാണ്. അപ്പം നമുക്കിത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പൈസ ചിലപ്പോൾ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്ക് ഇവിടെ വരുന്നതിലും കൂടുതൽ ഞാൻ ഇവിടെ വന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ വീടുകളിൽ വരുന്ന ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഇന്നത് കാര്യത്തിന് ഞാൻ വരുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പാട്ടക്കാരോട് ഇനി അവധി പറയാൻ അനുവദിക്കല്ലേ അമ്മേ, എനിക്ക് അതും പൈസ റെഡി ആക്കി തരണേ മാതാവേ, ഇനി പലിശയ്ക്ക് എടുക്കാനും പറ്റുന്നില്ല, ഇത്ര ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വന്നപ്പോൾ അന്ന് ഞങ്ങൾ വരിക ഉടമ്പടി 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുവാണ്. അപ്പോൾ ഇതാണ് മനസ്സിലുള്ളതും പ്രാർത്ഥനയും. അങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴി വാഗമൺ കഴിഞ്ഞപ്പോഴത്തേന് ഒരിക്കലും ഇല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്. ഈ ഭർത്താവിന് ഗ്യാസ് കയറുകയും അങ്ങ് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയല്ല. ഞങ്ങളിങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഞങ്ങൾ വരുവാണ്. ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടുന്ന് വന്ന് കയറിയത്, ഞാൻ ഉടമ്പടി ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ പള്ളിക്കകത്ത് കയറിയിരുന്നു. അകത്തോട്ട് കയറിയിരുന്നപ്പോഴത്തേക്കിനും ഞാൻ കണ്ണ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തേക്കുന്നു വലിയൊരു രൂപ. എൻ്റെ അമ്മ എനിക്കത് പേടിയായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഇതെന്താ ഇങ്ങനെ? അന്നേരത്തെ പറയും, മാതാവ് അനുഭവിച്ച ഒരു സങ്കടം നിനക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നും ഈ പള്ളി വരുമ്പോൾ ഇങ്ങനെ ഒരു രൂപ ഞാനിവിടെ തപ്പും, ഞാനത് കണ്ടിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് മാതാവ് ദർശനം തന്നു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയും ഒരിക്കലും ഞങ്ങൾ ഇത്രയും വർഷക്കാലം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ, ഒരു കൃഷിഭവനിൽ നിന്ന് ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. ഞങ്ങളിങ്ങ് പോകുന്ന വഴി തന്നെ, ഇവിടുന്ന് പോകുന്ന വഴി തന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു സാറ് വിളിച്ചേക്കുന്നു, കാർഷിക വായ്പ തരാം എന്നതുപോലെ. അപ്പം ഇപ്പം ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഓൾറെഡി 20 ലക്ഷം രൂപ ലോണുണ്ട്, അതിൻ്റെ ഇടയിൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കരമടച്ച രസീതുമായിട്ട് വാ, അപ്പോൾ അതെല്ലാം വാങ്ങിക്കില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ നാളെ വാങ്ങി വാ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വന്നു. ഞങ്ങൾക്ക് പറഞ്ഞതിലും കൂടുതൽ പൈസയും തന്നു. കുറഞ്ഞ സ്വർണ്ണയും പണയും വെച്ചാൽ ഞങ്ങൾക്ക് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ എനിക്ക് അവിടെ ഒരു അവധി പറയാതെ ആ പൈസ പാട്ടക്കാരന് കൊടുക്കാനും ഈ 2ാമത്തെ ആൾക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കാനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് വെള്ളമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളത്തിന് ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അകലെയാണ് വേറെ ആൾ വെള്ളം തന്നേക്കുന്നത്. വെള്ളം തരുന്ന ആൾക്ക് കുഴപ്പമില്ല. ഓസ് ഇട്ടേക്കുന്നിടത്ത് 2 വശത്തും വെട്ടും. എപ്പോഴും ഓസ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. മോട്ടർ ഓണാക്കിയിട്ട് ഓടി പോകേണ്ട വരും. വെള്ളം വന്നില്ല. അതിരും വഴി ചെല്ലുന്നത് കണ്ടാൽ അവർ വഴക്കും പറയും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊക്കെ ഭർത്താവ് വന്നപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടു. എന്നാ ചെയ്യും? ഞങ്ങൾ ആദ്യമേ വെറുതെ ഇവിടെ സ്ഥലം മേടിച്ച സമയത്ത് ഞങ്ങളിവിടെ ഒരു കുഴൽക്കിണർ കുത്തിപ്പാട് മുഴുവൻ ചേറായിരുന്നു. അതുകൊണ്ട് പലിശയ്ക്ക് എടുത്ത് നമ്മളങ്ങനെ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ എന്നാ ചെയ്യും എന്നോർത്ത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, എന്നാൽ ഇപ്പോൾ ഈ കടയെല്ലാം നിൽക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനസ്സിൽ തോന്നുക കുഴൽക്കിണർ കുത്ത. ഞാൻ നിരന്തരം ഭർത്താവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, നമുക്കൊരു കുഴൽക്കിണർ കുത്തണം. അന്നേരം പറഞ്ഞു, 1 കുത്തിയ അനുഭവമില്ല, ഇനി എങ്ങനെ സാധിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പൈസയോ? ഞാൻ പറഞ്ഞു, അത് മാതാവ് തരും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ
കുത്താൻ എൻ്റെ ശല്യം കാരണം സമ്മതിച്ചു, മനസ്സോടെ ഭർത്താവ് സമ്മതിച്ചു. അന്ന് വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആളെ വിളിക്കാൻ പോയി, പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഏലത്തിനകത്തോട്ടൊന്നും നമുക്ക് വേണ്ട മാതാവേ, സാധനം നമുക്ക് ഈ നടുമിറ്റത്തായാലും ഒരു കുഴപ്പമില്ല മാതാവേ, ഇവിടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സൈഡ് തൊട്ട് ഇങ്ങനെ ഉപ്പും ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ മണ്ണും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മണ്ണും ഉപ്പും കൊണ്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നിർത്തിയ സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനോട് ഇരുന്ന് ആ ആൾ വന്നപ്പോൾ ഉണ്ട് ഞാൻ ഉപ്പിട്ടടം മാത്രം, എനിക്ക് എൻ്റെ മാതാവിന് മാത്രം അറിയാവുന്ന കാര്യം. അതുപോലെ ആ ഉപ്പിട്ട സ്ഥലത്ത് തന്നെ അവിടെ വന്ന് നിന്ന് അവിടെ സാധനം കാണാം, ഒരു ശല്യവും ഇല്ലാതെ ഞങ്ങൾക്ക് വണ്ടി കയറുന്നതിന് മറ്റുള്ള ഒരു തടസ്സമില്ലാതെ അവിടെ 500 അടിക്ക് താഴെ തമ്പുരാൻ വെള്ളവും തന്നു. 2 മാസത്തിനുള്ളിൽ ആ കടവും വീട്ടാൻ തമ്പുരാൻ സഹായിച്ചു. മാതാവ് ഒരു വഴി ഒരുക്കി തന്നു. ഈ കൊച്ചിനെ UK ലൈസൻസ്, എന്നിട്ട് എന്ത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർത്ത് ഇവൻ ഇവിടെയൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നല്ലേ, കിട്ടും, അതിന് വലിയ പാടൊന്നുമില്ല എന്ന് വിചാരിച്ചു. വലിയ പ്രാർത്ഥന ഇതൊന്നും ചെയ്തില്ല, കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം പോയി അന്നേരത്തേനും അവൻ വിളിച്ച് പറഞ്ഞു, അമ്മേ 2ാമത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇന്ന ദിവസമാണ് ആദ്യത്തെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കാം, ഞാൻ ഈ നമ്മുടെ വണ്ടിയെ കയറിയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചോളാം, വിശ്വാസപ്രമാണം ഇതങ്ങനെയൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ അതുപോലെ ചെയ്തോളാം, നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഈ കൊച്ചു ആ സമയത്ത് മെസ്സേജ് ഇട്ടു. 2ാമത് വന്നിട്ട് ഞാൻ വച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് കാറിൽ കയറി ഇന്ന് തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വഴി ഇത്തവണയും പൊട്ടി. ഇത് തന്നെ മനസ്സ് നിറഞ്ഞു വരിക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇത്തവണയും പൊട്ടി. ഇവൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ വന്നിട്ട് തിരി ഊതിയപ്പോഴത്തേന് വിളി വന്നു, അമ്മ ഇത്തവണയും പൊട്ടി. ആ കാണിച്ച പോലെ തന്നെ വന്നു. അന്നേരത്തെ സാധനപ്പോഴത്തേക്ക് ഞാൻ ഇവനങ്ങ് സങ്കടമായി, ഇനി അടുത്ത ഉടനെ അങ്ങ് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു അടുത്തത് നോക്ക്. അന്നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി ഒരു വണ്ടിക്കാണെങ്കിലും ഇവിടുത്തെ 3000 രൂപ വേണം അവിടെ അടയ്ക്കണേ, എന്നാലേ വണ്ടി കിട്ടുള്ളൂ, ഇൻഷുറൻസ് ചെയ്താലേ വണ്ടി കിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ 3000 രൂപ നീ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് അയക്ക്, ഞാനിവിടെ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ മാർഗ്ഗമില്ലാത്തവർക്കോ അങ്ങനെയുള്ളവർക്കും ഞാൻ കൊടുക്കാം, നീ അതിങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ച് അതുപോലെ ചെയ്തു. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ ഇതിന് ഇവനെ കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഹെവി ലൈസൻസും കിട്ടി. അങ്ങനെ തമ്പുരാൻ അനുഗ്രഹിച്ചു. മെക്കാനിക് 2ാമത്തെ ആൾക്കാണ് പിന്നെ അടുത്തത്. അവന് ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നത്. ഞാൻ വെച്ചതിലും കൂടുതൽ എൻ്റെ മാതാവ് ഈ പള്ളി വരുന്നതാണ്. ഈ പള്ളി വരുമ്പോൾ ഞാൻ അന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വരുന്നിടം വരെയും പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ചിങ്ങനെ കയറുന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്ക് വേറെ പറയാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം, ഇവിടുന്ന് പോകാനും ഇഷ്ടമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കൊച്ചിന് എല്ലാവരോടും ഞാൻ ഈ ഓരോ ഉടമ്പടി നമുക്ക് പുതുക്കുമ്പോൾ ഞാൻ ചോദിക്കും, മൂത്ത ആളോട് ചോദിക്കും, എന്നാ ചെയ്യേണ്ടത്, നിനക്ക് എന്നതാ വേണ്ടത്, നിൻ്റെ കാര്യം ഞാൻ എന്നതാ എഴുതണ്ടേ, മാതാവിനോട് പറയേണ്ടതെന്ന് ചോദിക്കും. ഭർത്താവിനോട് പറയും. അത് അന്നേരം കൃഷിയുടെ രോഗേടുപാടുകൾ മാത്രമേ പറയുള്ളൂ, സ്വന്തമായിട്ടൊന്നും പറയത്തില്ല. പിന്നെ ഈ കൊച്ചാണെങ്കിലും അവൻ്റെ ഉപരിപഠനം പഠനമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്തോടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുവൻ ഒന്നും പറയത്തില്ല. അപ്പം ഞാനോർത്ത് എൻ്റെ മാതാവ് ഇവനെ ഒന്നാമതാക്കണം, ഒന്നിനും സപ്ലൈ ഒന്നും കിട്ടാതെ എൻ്റെ മാതാവ് ഇതിനെ ഒന്നാക്കണം. അമൽ ജ്യോതി കോളേജിൽ പഠിക്കുന്നു. അമ്മ എൻ്റെ കുഞ്ഞിനെ കഴിഞ്ഞ് കഴിവുള്ള ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ട്. അമ്മ ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞങ്ങൾ ഇവിടെ വരുന്നു. ഉടമ്പടി പുതുക്കി അന്ന് എൻ്റെ കൂടെ ആളുകളുണ്ട്, ഞാൻ ആളുകളെയൊക്കെ കൊണ്ടുവരാറുണ്ട് ഉടമ്പടി എടുക്കാനൊക്കെ. അന്നേരം അവർ പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനും കൂടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. ഈ കൊച്ചിനോട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇതിൻ്റെ ഇത് തരാൻ പറ്റും, അച്ഛനെ ഒന്ന് കാണണം. അത് വേണ്ട, അവനോട് ഓൺലൈൻ എടുത്ത് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചോ, അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്ന് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഈ ഇവൻ്റെ വിജയം കാണിച്ചു തരുന്നത്. മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് 2ാമത്തെ ആളുടെ വിജയം ഇങ്ങനെ കാണിച്ചു തരുക. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിന്നെയാണ്, എനിക്ക് അവന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, നിൻ്റെ വിജയമാണ് എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് എന്നാൽ ഇവിടം വരെ വന്നാലേ ആർത്തിങ്കപ്പള്ളി കൊണ്ടൊന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആർത്തിങ്കപ്പള്ളി പോയി അവിടെ കയറി ആ ക്യാൻറ്റീനിൽ കയറിയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയിരുത്തതിനും ഇവൻ്റെ റിസൾട്ട് വന്നു. ഇവൻ ഒന്നാമതായിട്ട് മാതാവ് അങ്ങനെ ഉന്നത വിജയം തന്നു. മാതാവ് അനുഗ്രഹിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 5ാമത്തെ പുതുക്കൽ വന്ന് അച്ഛനെ കണ്ട് കാശ് രൂപം വാങ്ങി അത് കൊണ്ടുവച്ചു. സാധാരണ ഉപ്പിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് അപ്പോൾ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും എന്നോട് അയലോക്കത്തുള്ളവർ പറഞ്ഞു, ഇതുപോലെ അപ്പുറത്ത് വരെയും സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതും കൊടുക്കാനിട്ടേക്കുവാന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പറുണ്ട് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വീട്ടിൽ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു 15 സെൻറ്റ് സ്ഥലം ഇപ്പം എത്ര പട്ടയം ഉള്ളതാ എന്നെല്ലാം പറഞ്ഞു. എന്തായാലും പറഞ്ഞു പട്ടയത്തിൻ്റെ കോപ്പി ഒന്നിട്ട് തരാൻ പറഞ്ഞു. പട്ടയത്തിൻ്റെ കോപ്പി ഇട്ട് കൊടുത്തപ്പോൾ 13.5 സെൻറ്റേ ഉള്ളൂ. ഇയാൾ പറഞ്ഞാലും വില താഴ്ത്തി. അന്നേരം ഭർത്താവിന് ഒരു സങ്കടം, ഇത്രയും വിലയ്ക്ക് അത് കൊടുത്താൽ ശരിയാകില്ലല്ലോ, ഇച്ചിരൂടെ വില കിട്ടും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് വിട്ടു. അന്നേരം വില പറഞ്ഞ് അത് പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 9ാമത്തെ പുതുക്കിയിട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഒരു യോഗ്യതയിൽ ആ കച്ചവടം നടക്കത്തില്ല. കാരണം കോളനിയാണ്, വേറൊരു നല്ല ഒരാളുകൾ വന്ന് അവിടെ മേടിക്കാനും പാടാ, എന്താ അവിടെയുള്ളവർക്ക് മേടിക്കാനും നിവർത്തിയില്ല, അവരെയുള്ള വേസ്റ്റും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നാ ചെയ്യണം? അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഞാൻ ഇനി 10ാമത്തെ ഇനി അടുത്ത പുതുക്കൽ കഴിഞ്ഞ് വരുന്ന വഴി എനിക്കിത് ഇങ്ങനെ ഒന്ന് കേൾക്കാനിടയാകണേ മാതാവേ. ഈ സ്ഥലം ഇത്ര വിലയ്ക്കാണ് ഇങ്ങോട്ട് എടുത്തോളാം. ഒരാൾ അങ്ങനെ പറഞ്ഞു, മാതാവേ ഈ വില ഇത് മതി, ഇതിനുള്ള യോഗ്യത ഉള്ളെന്ന് ഞാൻ വരുത്തോളാം. എൻ്റെ അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തരണം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ ആ അത്ഭുതം സൃഷ്ടിച്ച അമ്മ ആ കുടുംബത്തെ രക്ഷിച്ച പോലെ എൻ്റെ ഈ കുടുംബത്തെ രക്ഷിക്കണേ. ഞങ്ങൾക്കിത് വിൽക്കാനോ ഇതിൻ്റെ പുറകെ നടക്കാൻ ഒന്നും സാധിക്കുന്നില്ല. അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ അത് ഇതുപോലൊരു എങ്ങനെ വെച്ചാൽ 4-ാം തീയതി 4:45 ആയപ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചു. ഭർത്താവ് കുളിക്കാൻ ഇറങ്ങിയ സമയമായിരുന്നു. അന്നേരത്തേനും ഇങ്ങോട്ട് വിളിച്ചു, എന്നാ ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ ചെവിക്ക്. എന്നിട്ട് സ്പീക്കർ ഇട്ട് എനിക്ക് ചോദിന് മനസ്സിലാകുന്നില്ല ആരാ എന്താ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സ്പീക്കറിലിട്ട് കഴിയുമ്പോഴത്തേന് ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം, 6.5 ലക്ഷം രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറയുക. ഞാൻ അപ്പം ഭർത്താവ് പിന്നെ വില കൂട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ആംഗ്യം കാണിച്ച് പറഞ്ഞു ഇത് മതി, ഇത് ഉറപ്പിച്ചോളാം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനും വലിയ സന്തോഷമായി. അയാളും പറഞ്ഞ വിലയ്ക്ക് തന്നെ ഇത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞേക്കുന്നത് എനിക്കും മാതാവിനും മാത്രം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പിച്ചു. അത് 2 മാസം എന്നൊക്കെ പറഞ്ഞ് പൈസ തരാൻ 2 മാസമാകും. പിടിന്ന് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഇടപാട് മാതാവ് തീർത്ത് തന്നെന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം. പിന്നെ ഇവന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് ഉടമ്പടിയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചാൽ എന്താ ഞാൻ ചെയ്യണ്ടേ, ഞാൻ അമ്മ പറഞ്ഞാൽ മതി, എൻ്റെ മനസ്സ് തോന്നിച്ചാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചിന് 2ാമത്തെ ആൾക്കും ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമുമ്പ് ഇവന് IELTS അവനും പോയായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ തൊടുപുഴ അത് എഴുതിയിട്ടില്ല, തൊടുപുഴയിൽ കൊണ്ടാണ് ഇവനെ വിട്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇവൻ പരീക്ഷ എഴുതുന്നേ ഉള്ളൂ. മാതാവ് എനിക്ക് മാർക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ കാണിച്ചു തന്നു, 6.5 എന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്നിട്ട് അവനോട് അവിടെ ചെന്നതേ പറഞ്ഞു, മാതാവ് എനിക്ക് കാണിച്ചു തന്ന മാർക്ക് ഇതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്ക് അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ എല്ലാ കാര്യവും നടക്കുന്ന എല്ലാത്തിനും എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ മനസ്സിന് ഭാരമായിട്ട് ഞാൻ ഇവിടെ വന്നാലും ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു സന്തോഷത്തോടെയാണ് എനിക്ക് പോകാൻ കഴിഞ്ഞേക്കുന്നത്. പിന്നെ ഈ കൊച്ചിനെ കൂടെ ഞാൻ ഒരു ഉടമ്പടി എടുപ്പിച്ചു. അത് ഞാൻ 10ാമത് പുതുക്കിയാന്ന് ഈ കുഞ്ഞിനെ ഉടമ്പടി എടുപ്പിച്ചു. എന്ന് ഭർത്താവ് വന്നില്ലായിരുന്നു, പള്ളിക്ക് കണക്കൊണ്ട് പോകേണ്ട പുള്ളി വന്നില്ല. അപ്പം ഞങ്ങൾ വേറെ ആളും കൂടെ ഉണ്ട്, ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്ന് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അന്നേരം ആ ആളും ഞങ്ങൾ പോയി. അവിടെ ഞാൻ കട്ടപ്പന വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് എല്ലാം അങ്ങ് ഭയങ്കര ക്ഷീണമായിട്ട് വന്നു. അന്നേരത്തേനും ഭർത്താവ് ഞങ്ങൾ ഇതുപോലെ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോൾ അന്നേരം ഇപ്പോൾ എവിടെ ഇത്ര മണിയായപ്പോൾ വന്നു ഇതെല്ലാം ചോദിച്ചു. ഇപ്പം വണ്ടി തിരിച്ചിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര മണിക്ക് ഞങ്ങളിവിടെ വന്നു, ഇതുപോലെ ഉടമ്പടി എടുത്ത് ടോക്കൺ കിട്ടിയത് അന്നേരം 122 എന്നെല്ലാം പറഞ്ഞ് 5:30 ആയപ്പോൾ വന്നിട്ടിതാ എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേന് ഇവന് ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ഇങ്ങനെ വാതപ്പടിയിലേക്ക് പോകുമ്പോൾ ഇതന്നെ ഇവിടെ റോജാപ്പാക്കിൻ്റെ മണം, അവന് പപ്പ പാക്കിട്ടോ വയൽ ഇതന്നെ ഭയങ്കര മണം. അപ്പോഴത്തേന് ഇത് പറയുമ്പോഴത്തേന് എനിക്കും അതുപോലെ മണം വന്ന് റോജാപ്പാക്കിൻ്റെ മണം. എന്നിട്ട് ഇവൻ വന്ന് ഞാൻ പറഞ്ഞിടാ മാതാവാടാ എന്ന് പറഞ്ഞു. അടുത്ത് ഇവന് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഇവൻ ആദ്യം വന്നു. എന്നിട്ട് ആ ഹാളിലിരുന്ന് ഭർത്താവിന് ഈ മണം വന്നില്ല. അന്നേരത്തേനും ഇത് അവിടെയെല്ലാം ഈ ഓടിപ്പോയി നോക്കുക, ഇത് എവിടുന്ന് ആവില്ല സോപ്പ് എല്ലാം ആണോ, എല്ലായിടത്തോടെയും പോയി ഭർത്താവ് ഓടി നോക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടിനും വരുന്നുണ്ട്, എന്നാൽ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ അതുപോലെ മണം. അതിന് കുറേ നേരം അങ്ങനെ നിന്നു. അമ്മ മാതാവ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, അമ്മേ കൂടെ വരണേ. ഈ 10 ഉടമ്പടിക്ക് എൻ്റെ കൂടെ ഇവൻ്റെ കൂടെ മാതാവ് വന്നു, അത് വീട്ടിൽ വന്നു, അത് വലിയൊരു സന്തോഷം. ഞാൻ അച്ഛൻ്റെ കേൾക്കുകയും ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞാൻ കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സാക്ഷ്യമാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിൽ ഒരുപാട് പേര് അയൽക്കാട്ടിലും ഒക്കെ കായെടുക്കാനും ഒക്കെ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒത്തിരി പേരോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു. പിന്നെ മാതാവിനോട് ഞാൻ ഉടമ്പടിയിലെല്ലാം വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയി, എനിക്ക് ഇവിടുത്തെ സാക്ഷ്യം പറയാൻ പറ്റും. ഇത് ഞാൻ ഒരുപാട് ഉടമ്പടിയിൽ എഴുതുകയും എല്ലാം ചെയ്തു. മാതാവേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയത്തില്ലാതെ പറ്റിപ്പോയതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉടമ്പടിയിൽ എഴുതിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്നും പറഞ്ഞുകൊണ്ട്
ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്രയും പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു പള്ളിയിൽ ഒരു ബൈബിൾ വായനയ്ക്കൊക്കെ കയറിയാൽ എന്നെ വിറച്ച് എനിക്കിത് പറയാൻ പറ്റാത്ത ഒരാളാണ്. ഇത്രയും പറഞ്ഞാൽ എൻ്റെ 1000 നന്ദി ഞാൻ പറയുവാണ്. എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ അവസ്ഥ. അങ്ങനെയൊക്കെ പള്ളിയിൽ പോകും. പള്ളി എനിക്ക് ഇടദിവസം അധികം പോകാൻ സാധിച്ചിട്ടില്ല, എന്നാലും കഴിവതും പോകുന്നുണ്ട്. കുമ്പസാരം ഞാൻ 3 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 ആഴ്ച സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞാനപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ. മുരയും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ പറയും ഇത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ വലിയ ഭാഗങ്ങൾ പറഞ്ഞ് അത് കഴിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് മാതാവ് സാധിച്ചു തരുന്നില്ല. എന്തൊരു സന്തോഷമാണ് മനസ്സിന്. നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ പോയി സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പത്രം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിൽ പോകാറുണ്ട്. ഒരു തവണ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രികളിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോവുകയും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും ഈ കൊച്ചും പൈസ അന്ന് മുതൽ ഇവൻ മാറ്റി വെച്ചേക്കുന്ന പൈസ അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നായാലും നിനക്കൊരു പണിയുണ്ട്, ഇത്ര രൂപ നീ മാറ്റി വെച്ചേക്കണമെങ്കിൽ തരണം എന്ന് പറയും. ഞങ്ങളും അങ്ങനെയൊക്കെ ഓരോ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുകയും അനാഥ മന്ദിരത്തിൽ പോവുകയും അരിയും പച്ചക്കറി സാധനങ്ങൾ അങ്ങനെ വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിച്ച് വന്ന് വാങ്ങിച്ചു കൊടുക്കുകയും രോഗികൾക്ക് മരുന്ന് ഇല്ലാത്തവർക്കും അങ്ങനെ ആഹാരം ഇല്ലാത്തതൊക്കെ ആളുകളുണ്ട്, അവർക്കൊക്കെ എന്നെ കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കൊച്ചും ഞങ്ങളും ഒരുമിച്ച് അതുപോലെ ചെയ്യുന്നുണ്ട്. പത്രം ഞാൻ കഴിവതും ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന ഇടയ്ക്ക് കൊണ്ടുപോകാനെല്ലാം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വെച്ചിരുന്നു. അന്നേരത്തേക്കിനും ഒരു ആൻറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ഉള്ളൂ, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയൊക്കെ. അന്നേരം നീ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ കൊണ്ട് കൊടുക്കുക. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് ഭാഗത്ത് ചെയ്ത പണി അതാണ്. പിന്നെ ഞാൻ ഒരു പത്രം ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ ഓരോ വീടുകളിലും എല്ലായിടത്തും തമിഴ് പത്രം മേടിച്ച് കമ്പത്ത് കൊണ്ട് ഓരോ വീടുകളിൽ കൊടുക്കും. എവിടെയെല്ലാം നമ്മൾ പോകുന്നത്, നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് ഡെയിലി പോകുന്നതാണ് സ്ഥലത്തൊക്കെ. അന്നേരം അവിടെയൊക്കെ കാണുന്ന പല വഴിയിലും പോയി എല്ലാ ആളുകൾക്കും കൊടുക്കാറുണ്ട്. കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അടുത്തുള്ള ആളുകളോടെല്ലാം ഞാൻ അയൽവക്കക്കാരോടൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലർ പ്രായമായവർ വാങ്ങിക്കത്തില്ല. അവർ പറഞ്ഞു എനിക്ക് കണ്ണും കാണത്തില്ല, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന രോഗങ്ങളൊക്കെ ഉള്ളത് എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ചെയ്യാം, മാതാവിൻ്റെ പത്രം മേടിച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കുക. എത്ര പേരെയാണ് മാതാവ് ഇതുപോലെ അനുഗ്രഹിച്ചേക്കുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവരിപ്പോൾ എന്നെ കഴിഞ്ഞും നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിനെ അതുപോലെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നേർച്ച സാധനങ്ങളെല്ലാം എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ തൈലമൊക്കെ ചോദിച്ച ആളുകൾ ഇങ്ങോട്ട് വരുക. ഞാൻ അയൽവക്കത്തുള്ളവരോട് അത്രയധികം പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ഇവർ വായിക്കുന്നെന്ന് നമുക്കൊരു ഉറപ്പ് വരുത്തണ്ടേ. പത്രം വായിച്ച് കഴിയുമ്പോൾ എന്താ വേണ്ടതെന്ന് സാക്ഷ്യത്തിൽ ആളുകൾക്ക് അറിയില്ല. അന്നേരം ഓടി വരും എൻ്റെ അടുത്ത്, എന്തുകൂട്ട് വേണം, നേർച്ച തൈലം തരാവോ, ഉപ്പ് തരാവോ, കശുരവും കൊണ്ട് തരാവോ, ഇങ്ങനെ എല്ലാ സാധനവും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും 1000 നന്ദി ഈശോയ്ക്കും മാതാവിനും പറയുന്നു. പിന്നെ ഞാൻ ഇതിൽ എഴുതാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ എനിക്ക് കുറേ പാവയ്ക്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കൊണ്ട് ഉണക്കാനിട്ട സമയത്ത് ഞാൻ മാതാവിനോട് പോയി ഇങ്ങനെ പറയും. എൻ്റെ മനസ്സിൽ ഒന്നും തോന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ ഡെലിവറിക്ക് ചൂട് ചോറും അച്ചിങ്ങാപ്പയറും വേണമെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ UK കൊച്ചിന് ഇത് 2 കഷ്ണം കിട്ടുമായിരുന്നേ, അത് വർദ്ധിച്ചിട്ട് കഞ്ഞി കുടിക്കാനെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ 3-ാം പൊക്കം ഞാനിത് ഉണങ്ങി കൊണ്ടുവന്ന് വെച്ചു. 3-ാം പൊക്കം ഇതേ ഒരു വിളി വന്നേക്കുന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, ഈ പാട്ടക്കാർ സുഹൃത്തെ കോട്ടയത്ത് തമ്മിൽ താമസിക്കുന്നത്, ഞാൻ ഈ പാട്ടക്കാരുടെ അടുത്തേക്ക് വന്നേക്കാം, 2 കിലോ സാധനം എൻ്റെ ഒരു പെങ്ങൾ പോകുന്നുണ്ട് UK. അപ്പോൾ 2 കിലോ സാധനം വേണേ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മ ഇതിൽ പരം സന്തോഷം എന്നായിരിക്കുന്നു. തുള്ളി ചാടി ഞാൻ ഈ പാവയ്ക്കായും അതും ഇതെല്ലാം സാധനം 2 കിലോ അടുത്ത സാധനം ഇതിന് അവിടെ എത്തിക്കാൻ സാധിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ 2 മണിക്കൂർ യാത്ര ചെയ്യണം ഈ പാവയ്ക്ക എനിക്ക് മേടിക്കണമെങ്കിൽ, അത്രയും ദൂരം വണ്ടി മേടിച്ച് പോകുന്നപ്പോൾ പാവയ്ക്ക തിന്നായിരുന്ന പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും അവരോട് ഇത് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇവൻ്റെ ഈ കൊച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത് 1/2 മണിക്കൂർ അടുത്താണ് മലയാളം കുർബാന പള്ളി ഉള്ളത്. അന്നേരം അവർ ഞായറാഴ്ച അവിടെ വരുന്നുണ്ട്, അവിടെ വന്ന് ഇത് വാങ്ങിച്ചു ഇവിടെ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു. എന്തെല്ലാം ഞാൻ ഇതിലും ഒരുപാടുണ്ട് പറയാൻ. എഴുതാത്തതൊക്കെ ഒരുപാട് അനുഗ്രഹം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും 1000 നന്ദി അമ്മ മാതാവിനോട് പറയുകയാണ്. എന്നും എൻ്റെ മരണം വരെ ഞങ്ങൾ ഈ പിള്ളേരോട് പറയുന്നതാ, എനിക്ക് ഇവിടെ വരാൻ പറ്റണം, എൻ്റെ മാതാവിൻ്റെ അടുത്ത് എനിക്കിതുപോലെ നിൽക്കണം. ഞാൻ ഭയങ്കര ചീത്തയൊക്കെ പറയുന്ന ആളാണ്. അച്ഛൻ വന്നത് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾ. അതൊക്കെ എങ്ങനെയോ പോയി എൻ്റെ വരുന്നത്. ഉടമ്പടി എടുത്ത പാടെ പോയി. പിന്നെ ഈ മുറുക്കും ഈ പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് ഇവരുടെ ഒക്കെ കൂടി മുറുക്ക്, ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ മാതാവ് എന്നിൽ നിന്ന് മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എല്ലാത്തിനും 1000 നന്ദി അമ്മ മാതാവിന്. ഉൽപ്പത്തി 49:25 നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും, മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്ക് ഉണ്ടാവട്ടെ. അമ്പിളി തോമസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം ചേർന്ന് തൻ്റെ കുടുംബത്തിൽ ലഭിച്ച
10 ഉടമ്പടി ദൈവാനുഭവ സാക്ഷ്യങ്ങളെയാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ ഒരു സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത വലിയ കമ്മ്യൂണിക്കേഷനാണ്. സഹോദരി ഇവിടെ ആലില പോലെ വിറച്ചാണ് നിന്നത്. കാരണം എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ എത്ര നേരമായി സഹോദരി ഓരോ കാര്യവും എണ്ണി മാതാവ് ആ മകളെ കൈപിടിച്ച് നടത്തിയ ഉടമ്പടി ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. 10ാമത്തെ പുതുക്കലിലാണ് സഹോദരി എത്തി നിൽക്കുന്നത്. 10 സാക്ഷ്യങ്ങളാണ് ഇന്ന് ഈ അൾത്താരയിൽ പറഞ്ഞത്. ഈ ഓരോ സാക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ കാണുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എല്ലാം കൃത്യമായി മാതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകതയാണ്, നമ്മൾ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചാൽ അമ്മ മാതാവ് കൃത്യമായ സന്ദേശങ്ങൾ അത് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. സുന്ദരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ഓരോരുത്തർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.